കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ നേതാവിനെ സസ്പെൻഡ് ചെയ്ത് BJP. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയെയാണ് BJP പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതായി ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി അറിയിച്ചു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ തിരുവൻവണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജന്യ ഗോപിയെ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കാനും സുജന്യയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് BJP ജില്ലാ അധ്യക്ഷന്റെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു. സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ സലീഷ് മോന് കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. കളഞ്ഞുകിട്ടിയ ATM കാർഡ് സലീഷ് മോൻ സുജന്യയെ ഏൽപ്പിച്ചെങ്കിലും ഇരുവരും ചേർന്ന് 3 ATMകളിൽ നിന്നായി പണം പിൻവലിക്കുകയായിരുന്നു. ചെങ്ങന്നൂർ വാഴാർമംഗലം കണ്ടെത്തുംകുഴിയിൽ വിനോദ് എബ്രഹാമിന്റെ ATM ആയിരുന്നു കളഞ്ഞുപോയത്. പണം പിൻവലിച്ചതായുള്ള സന്ദേശം മൊബൈൽ ഫോണിൽ ലഭിച്ചയുടനെ ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ മാസം 14-ന് രാത്രി കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ ഭാര്യയെ ജോലിക്കായി കൊണ്ടുവിട്ട ശേഷം തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴാണ് വിനോദിന്റെ ATM കാർഡ് അടങ്ങിയ പേഴ്സ് നഷ്ടമായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. ഇതോടെ സുജന്യയെയും സലീഷ് മോനെയും ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം ഭരണം പിടിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുമ്പോഴാണ് ഇത്തരം തട്ടിപ്പു കേസുകൾ BJPക്ക് പാരയാകുന്നത്. എന്നാൽ പ്രതിയെ സസ്പെൻഡ് ചെയ്തത് BJPക്ക് ചെറിയ ഒരു ആശ്വാസവുമാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുവരവിനുള്ള നീക്കങ്ങളാണ് പാർട്ടി നടത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി ചിട്ടയോടെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തിരിച്ചു വരാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ഇതും തങ്ങൾക്ക് ഗുണകരമാകുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. മികച്ച നേതാക്കളെ തിരഞ്ഞെടുപ്പ് കളത്തിലിറക്കാനുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നേതൃത്വം ആരംഭിച്ചു. യുവാക്കളും പരിചയസമ്പന്നരായ നേതാക്കളും ഉൾപ്പെടുന്നതായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ പ്രായാധിക്യം കൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്ന മുതിർന്ന നേതാക്കളെയടക്കം തിരികെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അതിനിടയിലാണ് BJPയിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പു കേസുകൾ കോൺഗ്രസിന് ലോട്ടറിയാവുന്നതും.